ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു സൂചികയാണ്, ഏഷ്യ പവർ ഇൻഡെക്സ്. ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ ലോയി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു സൂചികയാണ് ഏഷ്യ പവർ ഇൻഡെക്സ്. ഏഷ്യ പവർ ഇൻഡെക്സ് 2020 ഇന്ത്യയുടെ സ്ഥാനം 4-ാമതാണ്. ഈ പട്ടികയിൽ ഇന്ത്യക്ക് മുന്നിലുള്ള രാജ്യങ്ങളാണ് അമേരിക്ക, ചൈന, ജപ്പാൻ. അപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് ഏഷ്യ പവർ ഇൻഡെക്സിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യം. 2-ാമത് ചൈന, 3-ാമത് ജപ്പാൻ, 4-ാമത് ഇന്ത്യ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പ്രമുഖ മൊബൈൽ നിർമ്മാണ കമ്പനിയായ നോക്കിയയെ പറ്റിയാണ്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുമായി ചേർന്ന് ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിന് ധാരണയിലായിരിക്കുകയാണ് നോക്കിയ. അപ്പോൾ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുമായി ചേർന്ന് ചന്ദ്രനിൽ 4G നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിന് ധാരണയിലായിരിക്കുന്ന മൊബൈൽ നിർമ്മാണ കമ്പനിയാണ് നോക്കിയ. നോക്കിയയുടെ റിസർച്ച് വിഭാഗമായ ഗവേഷക വിഭാഗമായ ബെൽ ലാബ്സ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ അമേരിക്കൻ വിദ്യാർത്ഥിനിയെ പറ്റിയാണ്, അനിക ചെബ്രോളു. 2020 ഒക്ടോബറിൽ കൊറോണ വൈറസിന്റെ പ്രോട്ടീൻ ആവരണത്തെ നശിപ്പിക്കുന്ന സൂക്ഷ്മാണു കണ്ടെത്തിയതിന് 3M യങ് സയന്റിസ്റ്റ് ചാലഞ്ച് പുരസ്കാരം നേടിയ ഇന്ത്യൻ അമേരിക്കൻ വിദ്യാർത്ഥിനിയാണ് അനിക ചെബ്രോളു. അപ്പോ 2020 ഒക്ടോബറിൽ കൊറോണ വൈറസ് പ്രോട്ടീൻ ആവരണത്തെ നശിപ്പിക്കുന്ന സൂക്ഷ്മാണു കണ്ടെത്തിയതിന് 3M യങ് സയന്റിസ്റ്റ് ചാലഞ്ച് പുരസ്കാരം നേടിയ ഇന്ത്യൻ അമേരിക്കൻ വിദ്യാർത്ഥിനിയാണ് അനിക ചെബ്രോളു. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ്, ഒരു ദേശീയ ദിനമാണ്. ദേശീയ പോലീസ് സ്മൃതി ദിനം എന്നാണ് ആചരിക്കുന്നത്? ഒക്ടോബർ മാസം 21, അതായത് ഇന്നാണ് ദേശീയ പോലീസ് സ്മൃതി ദിനം അല്ലെങ്കിൽ പോലീസ് കമ്മമറേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. 1959 ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ ജീവത്യാഗം ചെയ്ത 10 പോലീസുകാരുടെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഒക്ടോബർ മാസം 21 പോലീസ് കമ്മമറേഷൻ ഡേ അല്ലെങ്കിൽ ദേശീയ പോലീസ് സ്മൃതി ദിനം നമ്മൾ ആചരിക്കുന്നു. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്, സംസ്ഥാന സർക്കാരിന് കീഴിലെ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് നിർമ്മിച്ച ഇലക്ട്രിക് ഓട്ടോയായ നിംജിയെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ നിംജി ഇലക്ട്രിക് ഓട്ടോകൾ നേപ്പാളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിനായിട്ട് KLലുമായിട്ട്, കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡുമായിട്ട് ധാരണയിലായിരിക്കുകയാണ്. അപ്പോ നേപ്പാളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ് നിർമ്മിച്ച ഇലക്ട്രിക് ഓട്ടോയാണ് നിംജി എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പ്രചാര പദ്ധതിയെ പറ്റിയാണ്. അതിന്റെ പേര് ബാലസൗഹൃദ കേരളം എന്നാണ്. ബാലസൗഹൃദ കേരളം കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ബാലനീതി നിയമങ്ങളെക്കുറിച്ചും ഒക്കെ എല്ലാവർക്കും, നമ്മുടെ സംസ്ഥാനത്തുടനീളം എല്ലാവർക്കും ബോധവൽക്കരണം നൽകുന്നതിനായിട്ട് കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ഒരു പ്രചാര പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ബാലനീതി നിയമങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകുന്നതിനായിട്ട് കേരള ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച പ്രചാര പദ്ധതിയാണ് ബാലസൗഹൃദ കേരളം എന്നുള്ളത്. ഈ പദ്ധതിയുടെ ബാലസൗഹൃദ കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായിരിക്കുന്നത് പ്രശസ്ത മാന്ത്രികനായ ഗോപിനാഥ് മുതുകാടാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിനെ പറ്റിയാണ്. തെങ്ങ് കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരഗ്രാമം പദ്ധതി ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. അപ്പോൾ 2020 ഒക്ടോബറിൽ തെങ്ങ് കൃഷിക്കായിട്ട് കേരഗ്രാമം പദ്ധതി ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പറ്റിയാണ്. 2020 ഒക്ടോബറിൽ വനിതാ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് ഹോം ഗാർഡുകളുടെ നിയമനത്തിൽ വനിതകൾക്ക് 30% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം. അപ്പോ ഓർമ്മിച്ചു വെച്ചേക്കാം, ഹോം ഗാർഡുകളുടെ നിയമനത്തിൽ വനിതകൾക്ക് 30% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 44ാമത് ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2019 പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിനെ പറ്റിയാണ്. 44ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്. 44ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജല്ലിക്കെട്ട് എന്ന സിനിമയാണ്. മികച്ച സംവിധായകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതും ലിജോ ജോസ് പെല്ലിശ്ശേരി തന്നെയാണ്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായിട്ട് മാറിയത് ഏത് ചിത്രമായിരുന്നു? വാസന്തി എന്ന ചിത്രമാണ്. റഹ്മാൻ ബ്രദേഴ്സ് സംവിധാനം ചെയ്ത വാസന്തി എന്ന ചിത്രമായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയത്.
ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2019 മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജല്ലിക്കെട്ടാണ്. മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ്. മികച്ച സംവിധായിക മൂത്തോൻ എന്ന ചിത്രത്തിന്റെ സംവിധായികയായ ശ്രീമതി ഗീതു മോഹൻദാസ് ആണ്. മികച്ച നടൻ മൂത്തോൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് നിവിൻ പോളിക്കും മികച്ച നടി പ്രതി പൂവൻകോഴി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മഞ്ജു വാര്യർക്കുമാണ്. മികച്ച രണ്ടാമത്തെ ചിത്രം വാസന്തിയാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് റഹ്മാൻ ബ്രദേഴ്സ് ആണ്. മികച്ച സഹനടൻ രണ്ടുപേരാണ്, വിനീത് ശ്രീനിവാസനും അതുപോലെ ചെമ്പൻ വിനോദും. മികച്ച സഹനടി വാസന്തി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് സ്വാസികയ്ക്കാണ്. മികച്ച സംഗീത സംവിധായകൻ എവിടെ എന്ന ചിത്രത്തിന് ശ്രീ ഔസേ ബച്ചനാണ്. അതുപോലെ മികച്ച ഗായകൻ ശ്രീ വിജയ് യേശുദാസും മികച്ച ഗായിക മഞ്ജരിയുമാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് ചലച്ചിത്ര രത്ന പുരസ്കാരം. ചലച്ചിത്ര രത്നം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രശസ്ത സംവിധായകനായ ശ്രീ ഹരിഹരനാണ്. അതുപോലെ തന്നെ റൂബി ജൂബിലി അവാർഡ് ലഭിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്കാണ്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് 2019 ജൂറി ചെയർമാനായിരുന്ന വ്യക്തി ഡോക്ടർ ജോർജ് ഓണക്കൂരാണ്. അപ്പൊ ഇതൊക്കെയാണ് 44ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ. അപ്പോ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. സംസ്ഥാന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുകയാണ് ശ്രീ AK ചന്ദ്രൻ. അപ്പോ 2020 ഒക്ടോബറിൽ സംസ്ഥാന പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്ന ആരാണ്? ശ്രീ AK ചന്ദ്രനാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയും അമേരിക്കയും ജപ്പാനും എല്ലാ വർഷവും സംയുക്തമായി നടത്തുന്ന നാവികാഭ്യാസമാണ് മലബാർ എക്സർസൈസ്. 2020 പ്രത്യേകത കൂടെയുണ്ട്. ഓസ്ട്രേലിയ കൂടെ ഈ വാർഷിക നാവികാഭ്യാസത്തിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ, അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ ഈ 4 രാജ്യങ്ങൾ ചേർന്ന് സംയുക്തമായി നടത്തുന്ന വാർഷിക നാവിക അഭ്യാസമാണ് മലബാർ എക്സർസൈസ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒഡീഷയിൽ ആരംഭിച്ച ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഒഡീഷയിൽ വൈദ്യുതി ഉപഭോക്താക്കൾക്കായിട്ട് ഒഡീഷയിൽ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് മോ വിദ്യുത് എന്നുള്ളത്. അപ്പോ 2020 ഒക്ടോബറിൽ വൈദ്യുതി ഉപഭോക്താക്കൾക്കായിട്ട് ഒഡീഷയിൽ ആരംഭിച്ച പുതിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് മോ വിദ്യുത് എന്നുള്ളത്. ഒഡീഷയുടെ ക്യാപിറ്റൽ ഭുവനേശ്വർ ആണ്. ഒഡീഷയുടെ മുഖ്യമന്ത്രി ശ്രീ നവീൻ പട്നായിക് ആണ്. ഗവർണർ ശ്രീ ഗണേഷി ലാലാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ആസാം. അപ്പൊ അത് ഓർമ്മിച്ച് വെച്ചേക്കുക, മറന്നുപോകരുത്. ഇന്ത്യയിലെ ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? അസമിലാണ്. ഈ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കിന്റെ പേരാണ് ജോഗി ബോപ്പ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക്, ബംഗൈഗാവോൺ, ആസാം. അപ്പൊ ബംഗൈഗാവോണിലാണ് ജോഗി ഗോപ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ്? അസമാണ്. അസമിന്റെ ക്യാപിറ്റൽ ഡിസ്പൂർ ആണ്. അസമിന്റെ മുഖ്യമന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൾ ആണ്. ഗവർണർ ശ്രീ ജഗദീഷ് മുഖിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് DRDO 2020 ഒക്ടോബറിൽ വിജയകരമായി പരീക്ഷിച്ച ഒരു ആന്റി ടാങ്ക് മിസൈലിനെ പറ്റിയാണ്. അതിന്റെ പേര് സാൻഡ് എന്നാണ്. സാൻഡിന്റെ ഫുൾ ഫോം സ്റ്റാൻഡ് ഓഫ് ആന്റി ടാങ്ക് മിസൈൽ എന്നാണ്. അപ്പൊ 2020 ഒക്ടോബറിൽ DRDO വിജയകരമായി പരീക്ഷിച്ച ആന്റി ടാങ്ക് മിസൈലാണ് സാൻഡ് എന്നുള്ളത്. DRDOയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിലാണ്. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ സ്ഥാപനമാണ് DRDO. നിലവിലെ ചെയർമാൻ ഡോക്ടർ G സതീഷ് റെഡ്ഡിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ സംരംഭത്തെ പറ്റിയാണ്. ഇന്ത്യൻ ബാങ്ക് ആരംഭിച്ച ഒരു പുതിയ സംരംഭം. അതിന്റെ പേര് ഇൻഡ് സ്പ്രിംഗ് ബോർഡ് എന്നാണ്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യമിട്ട് IIT മദ്രാസ് ഇൻക്യുബേഷൻ സെല്ലിന്റെ സഹകരണത്തോടുകൂടി ഇന്ത്യൻ ബാങ്ക്, ചെന്നൈ ആസ്ഥാനമായുള്ള ഇന്ത്യൻ ബാങ്ക് ആരംഭിച്ച ഒരു പുതിയ സംരംഭമാണ് ഇൻഡ് സ്പ്രിംഗ് ബോർഡ് എന്നുള്ളത്. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ ബാങ്ക് ആരംഭിച്ച പുതിയൊരു സംരംഭമാണ് ഇൻഡ് സ്പ്രിംഗ് ബോർഡ് എന്നുള്ളത്. ഇന്ത്യൻ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ചെന്നൈയിലാണ്. നിലവിലെ ഇന്ത്യൻ ബാങ്കിന്റെ MD ആൻഡ് CEO പത്മജ ചുന്ദുരുവാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് മുംബൈയിലെ KEM ഹോസ്പിറ്റലിനെ പറ്റിയാണ്. മുംബൈ BMCയിലെ KEM ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പീഡിയാട്രിക് കിഡ്നി സ്വാബ് ട്രാൻസ്പ്ലാന്റ് സർജറി വിജയകരമായി നടത്തിയ ആശുപത്രിയാണ് KEM ഹോസ്പിറ്റൽ മുംബൈ. അപ്പൊ കുട്ടികളില് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയ ആശുപത്രിയാണ് മുംബൈയിലെ KEM ഹോസ്പിറ്റൽ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. രാജസ്ഥാനിലെ ക്ഷീര കർഷകർക്കായിട്ട് IIT മദ്രാസിലെ ഒരു സ്റ്റാർട്ടപ്പായ സ്റ്റെല്ലാബ്സ് വികസിപ്പിച്ച ഒരു ഫുള്ളി ഓട്ടോമേറ്റഡ് ഡയറക്ട് പേയ്മെന്റ് പ്ലാറ്റ്ഫോം. അതിന്റെ പേര് മൂപ്പേ എന്നാണ്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ്.
ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ IPL 200 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ താരം എന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുൻ നായകനായിരുന്ന ശ്രീ മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ IPL 200 മത്സരങ്ങൾ തികയ്ക്കുന്ന ആദ്യ താരം ശ്രീ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുസ്തകമാണ്. അതിന്റെ പേര് പോർട്രേറ്റ്സ് ഓഫ് പവർ, ഹാഫ് സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിംഗ് സൈഡ് എന്നാണ്. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായ ശ്രീ NK സിംഗിന്റെ ആത്മകഥയാണ് പോർട്രേറ്റ്സ് ഓഫ് പവർ എന്നുള്ളത്. അപ്പൊ പോർട്രേറ്റ്സ് ഓഫ് പവർ, ഹാഫ് സെഞ്ചുറി ഓഫ് ബീയിങ് അറ്റ് റിംഗ് സൈഡ് എന്നുള്ള പുസ്തകം രചിച്ചിരിക്കുന്നത് NK സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഈ പുസ്തകം. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ്. 2020 ഒക്ടോബറിൽ ഇന്ത്യയിൽ ഹീങ് കൃഷി ആരംഭിച്ചത് എവിടെയാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. വർഷങ്ങളായിട്ട് ഇന്ത്യ ഹീങ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ 2020 ഒക്ടോബറിൽ ഇന്ത്യ ഇതിന്റെ കൃഷി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എവിടെയാണ് ഇന്ത്യ ഹീങ്ങിന്റെ കൃഷി ആരംഭിച്ചത് എന്നാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. ഉത്തരം അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കാണുക. ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത്. ഈ പട്ടികയിൽ 107 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം 94-ാമതാണ്. നിങ്ങൾ പലരും അതിന് ഉത്തരം എഴുതിയിരുന്നു. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94-ആണ്. ഈ പട്ടികയിൽ ഏറ്റവും അവസാനമുള്ള രാജ്യം ആഫ്രിക്കൻ രാജ്യമായ ചാഡാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.